തിങ്കളാഴ്ച രാത്രി ഒരു പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കാനിരിക്കുകയാണ്. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ഇവർ മൂന്ന് പേരുമാണ് എന്റെ ഹീറോസ്. യു സീ ദി ഐറണി, ഡോണ്ട് യു? ഇവർ മൂന്ന് പേരും ഗോളങ്ങളാണ്. നേർരേഖയിൽ വരുമ്പോഴാണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്. ഞാൻ അതിനെന്തെങ്കിലും ചോദിച്ചോ? നിങ്ങളല്ലേ ന്യൂസ് കണ്ടോണ്ടിരിക്കുക? ഓ അത് ശരി. അതായത് മിസ്സേ, അതായത് മിസ്സേ, സൂര്യന്റെയും ഭൂമിയുടെയും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ ഇങ്ങനെ വരുമ്പോ നമുക്ക് ഭൂമിയിൽ സൂര്യഗ്രഹണം ഉണ്ടാവും. മനസ്സിലായോ? കറക്റ്റ് നേർരേഖയിൽ വരുമ്പം എന്ത് സൂര്യഗ്രഹണം ഉണ്ടാവുന്നത്? പൂർണ്ണ സൂര്യഗ്രഹണം തോന്നുന്നു അല്ലേ? അല്ലേ? അതെ. കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ നേർരേഖയിൽ നിന്നും ചെറിയൊരു മാറ്റം ഉണ്ടായാൽ ഉണ്ടാവുന്നത് അതാണ് ഭാഗിക സൂര്യഗ്രഹണം. ഇനി വേറൊരു ടൈപ്പ് സൂര്യഗ്രഹണം കൂടി ഉണ്ട്. അതായത് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുന്ന സമയത്ത് ചന്ദ്രൻ മറയ്ക്കുന്നത് സൂര്യന്റെ മധ്യഭാഗത്തെ ആയിരിക്കും. അപ്പൊ സൂര്യൻ നല്ലൊരു തീ വലയം പോലെയാണ് കാണുന്നത്. റിംഗ് ഓഫ് ഫയർ എന്ന് പറയും. അത്തരം സൂര്യഗ്രഹണത്തെയാണ് വലയ സൂര്യഗ്രഹണം അഥവാ ആനുലാർ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. ഇതാണ് 3 ടൈപ്പ് സൂര്യഗ്രഹണം. എന്തായാലും മാഷത്രയും പറഞ്ഞല്ലേ, ഒന്ന് കാണിച്ചു തരുമോ എങ്ങനെയാണ് നിഴല് വന്ന് പതിക്കുന്നതെന്ന്? പിന്നെന്താ, ലൈറ്റ്സ് ഓഫ്. അതായത് മിസ്സേ, സൂര്യനും ഭൂമിയുടെ ഇടയിൽ ചന്ദ്രൻ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതേ കണ്ടില്ലേ, ചന്ദ്രന്റെ നിഴല് ഭൂമിയിൽ പതിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അവിടെയുള്ളവർക്ക് സൂര്യനെ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. ഇതിനെയാണ് നമ്മൾ സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. അതായത് ചന്ദ്രന്റെ നിഴൽ പതിക്കുന്ന ഭാഗത്തുള്ള ആൾക്കാർക്ക് സൂര്യനെ കാണാൻ സാധിക്കും. അത് തന്നെ കണ്ടില്ലേ, നിഴല് കണ്ടില്ലേ? അതെ. ഇനി ഈ സൂര്യഗ്രഹണം ഉണ്ടാവുന്നത് ഏത് ദിവസമാണെന്ന് അറിയോ? പൗർണമിയാണോ അമാവാസിയാണോ? ഏത് ദിവസമാണ് സൂര്യഗ്രഹണം ഉണ്ടാവുന്നത്? അമാവാസിയിലാണ്. അത് ശരി. ഇനി സൂര്യഗ്രഹണം പോലെ തന്നെ നമ്മുടെ ചന്ദ്രഗ്രഹണം ഉണ്ടല്ലോ, അതായത് സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി കയറി വരുമ്പോ അപ്പോഴാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്നത്. ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്നത് പൗർണമി ദിവസങ്ങൾ. മനസ്സിലായി. അപ്പൊ അങ്ങനെയാണ് സൂര്യഗ്രഹണം അല്ലേ? അതുപോലെ ഈ സൂര്യഗ്രഹണം നടക്കുമ്പം നമ്മൾ സൂര്യന്റെ ഏത് പാളിയാണ് കാണുന്നതെന്ന് അറിയോ? ഇല്ല, ഏതാണ്? സൂര്യന്റെ ഏറ്റവും പുറമേയുള്ള പാളിയായ കൊറോണയാണ് സൂര്യഗ്രഹണം വരുമ്പോൾ നമ്മൾ കാണുന്നത്. അതാണ് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്ന പ്രതിഭാസം. അതുപോലെ പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാവുന്ന സമയത്താണ് നമുക്ക് 2 പ്രതിഭാസങ്ങൾ കാണാൻ പറ്റുന്നത്. ഏതൊക്കെ? ഒന്ന് ബെയ്ലീസ് ബീഡ്സും മറ്റേത് ഡയമണ്ട് റിംഗും. ഡയമണ്ട് റിംഗ് പോലെ നമുക്ക് സൂര്യനെ കാണാൻ പറ്റുന്നത്. അത് രണ്ടും പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാവുന്ന സമയത്ത് കാണുന്ന പ്രതിഭാസങ്ങളാണ്. അത് ശരി, കൊള്ളാം. ശരിക്കും പറഞ്ഞ ഗ്രഹണം എന്ന് പറഞ്ഞാൽ ഒരാകാശഗോളത്തിന്റെ സാമീപ്യം കൊണ്ട് മറ്റൊരു ആകാശഗോളം മറയ്ക്കപ്പെടുന്നു. അത്രയേ ഉള്ളൂ ഗ്രഹണം. മനസ്സിലായി. പിന്നെ മിസ്സേ, നമ്മുടെ ഈ സൂര്യഗ്രഹണവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മിത്സുകളുണ്ട്, അതായത് അന്ധവിശ്വാസങ്ങളുണ്ട്. അതായത് പൊതുവെ നമ്മൾ സൂര്യഗ്രഹണം എന്ന് പറയുമ്പോൾ ഒരു ദുരാചാരണം, അതുപോലെ മരണം തുടങ്ങിയവയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറയാറ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും സൂര്യനെ പാമ്പ് വന്ന് വിഴുങ്ങുന്നതായിട്ടൊക്കെയാണ് വിശ്വാസം. അതെ, അങ്ങനെയുള്ള വിശ്വാസം. ഇനിയുള്ള വിശ്വാസങ്ങൾ പൊതുവെ നമുക്ക് പറയുന്നത് ഈ സമയത്ത് ഭക്ഷണം കഴിക്കരുത്, ഭക്ഷണം പാകം ചെയ്യരുത് എന്നൊക്കെ പറയാറുണ്ട്. ഭക്ഷണം വിഷമായിട്ട് പോകും എന്നൊക്കെ പറഞ്ഞു വരാറുണ്ട്. മരണം, ദുരാചാരം, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നടക്കുന്ന സൂര്യഗ്രഹണത്തിന്റെ സമയത്ത്. ഗർഭിണികളായ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അതെ, ഗർഭിണികള് ആ സമയത്ത് സൂര്യനെ നോക്കരുത്, അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പാടില്ല, അവരുടെ ഗർഭം അലസി പോകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദുരാചാരങ്ങൾ, ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോ നമ്മൾ എല്ലാവരും കേട്ടുവരുന്നതാണ്, സൂര്യഗ്രഹണ സമയത്ത് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന്, അല്ലെങ്കിൽ സൂര്യനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചാണകവെള്ളം കലക്കിയിട്ടൊക്കെ അമ്മമ്മയൊക്കെ പറയുന്നു. അതെ. അപ്പൊ അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അത് ചെറിയൊരു കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് സത്യമാണ്. അതായത് നമ്മൾ സൂര്യഗ്രഹണ സമയത്ത് മാത്രമല്ല, ഏത് സമയത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ നേരം നമ്മൾ സൂര്യനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് പ്രശ്നം വരും. സൂര്യഗ്രഹണ സമയത്ത് കുറെ ആൾക്കാർ ഈ സൂര്യനെ, ഈ പ്രതിഭാസം കാണാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട്. ആ സമയത്ത് സ്വാഭാവികമായിട്ടും പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ എക്സ്റേ ഫിലിംസ് ഒക്കെ എടുത്തു വെച്ച് നോക്കണം എന്നൊക്കെ പറയുന്നത്. മനസ്സിലായില്ലേ? പിന്നെ പൊതുവേ സൂര്യഗ്രഹണം നടക്കുന്ന സമയത്ത് ഇരുണ്ട ആകാശം, അതുപോലെ ഊഷ്മാവ് കുറച്ച് കുറവായിരിക്കും, മൊത്തത്തിലൊരു നിശബ്ദമായ അന്തരീക്ഷമായിരിക്കും. തീർച്ചയായും ഈ ഒരു അന്തരീക്ഷമൊക്കെ കണ്ടിട്ടായിരിക്കും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലെ മിത്സിലേക്കൊക്കെ എത്തിയിരിക്കുന്നത് അല്ലേ? അപ്പൊ മിസ്, ഞാൻ വരികയാണ് കേട്ടോ. കുറച്ച് പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ട്. എന്തായാലും ജയിക്കൂലേ? ഒരു തൊട്ടാ ഞാൻ അങ്ങ് പോട്ടേന്ന് വിചാരിക്കും. ഐ ഓൾവേസ് പ്ലേ ടു വിൻ.